ഇന്നലെ നടന്ന അപകട സ്ഥലത്ത് കെടാവർ നായകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ശരീരഭാഗം കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. സമീർ ചേരുന്നുണ്ട്. സമീർ, തെരച്ചിൽ ഏത് രീതിയിലാണ്? ശരീരഭാഗം കണ്ടെത്തിയോ? വിനീഷ, കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ ആദ്യ ഫലം ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒരു ശരീരഭാഗം ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ട് നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്താണ് വലിയ ദുരന്തം ഉണ്ടായത്. അതിനോട് ചേർന്ന് ഈ പാടശേഖരത്തു നിന്നാണ് ഇപ്പോൾ ഈ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. കയ്യിൻ്റെ ഭാഗം എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ അതിൻ്റെ പരിശോധന പൂർത്തീകരിച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് കവറിൽ ആക്കിയിട്ടുണ്ട്. അത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തും ഇപ്പോൾ കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. അവിടെയും ചില കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതെന്താണ് എന്നുള്ളത് കണ്ടെത്തേണ്ട, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. ഏതായാലും ആ ഭാഗത്തും ഇപ്പോൾ കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു പരിശോധന ആരംഭിച്ച ഏതാനും സമയത്തിനകം തന്നെ ഒരു ഭാഗം, ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് കണ്ടെത്തി എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കൈയിൻ്റെ ഭാഗം ആണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും കടാവർ നായകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഫലം കണ്ടു തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വലിയൊരു പാടശേഖരമാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഏരിയ നിലനിൽക്കുന്ന ഭാഗമാണ്. വിശദമായിട്ടുള്ള പരിശോധന അനിവാര്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. 13 പേരാണ് മരിച്ചത്. മരിച്ച പലരുടെയും കൈകാലുകളും അതുപോലെ തന്നെ മറ്റുമൊക്കെ വേർപെട്ട നിലയിലായിരുന്നു, ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പലയിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പരിശോധന അനിവാര്യമാണ് എന്നും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടാവർ നായകളെ ഇവിടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ടെത്തി എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ആരുടേതാണ്, അതുപോലെ തന്നെ അത് മനുഷ്യൻ്റെ തന്നെയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയിലായിരിക്കും ലഭ്യമാവുക. എന്തായാലും ഇപ്പോൾ ഒരു ഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ഈ കടാവർ നായകൾ കുരക്കുന്നത് കണ്ട് അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വരികയും പിന്നീട് അത് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്തു. അതിപ്പോൾ പരിശോധിച്ച ശേഷം, അതിൻ്റെ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് അത് കവർ ചെയ്ത് സീൽ ചെയ്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നത്. അതിൻ്റെ പിൻഭാഗത്തായിക്കൊണ്ട്, ഞാൻ നിൽക്കുന്നതിൻ്റെ പിൻഭാഗത്തായിക്കൊണ്ടും അവിടെ ഇപ്പോൾ പരിശോധന തുടരുകയുമാണ്. വിനീഷ.